എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പൊതു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അർഹതപ്പെട്ട ആളുകൾ, തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ കൂടി നല്ലൊരു ഭരണസമിതി നമ്മുടെ ഇന്ത്യയെ നയിക്കാൻ വേണ്ടിയിട്ട് രംഗത്ത് വന്നു. അപ്പോൾ ഈ ജനാധിപത്യപരമായ വ്യവസ്ഥയിൽ എനിക്കുള്ള ചില സംശയങ്ങളാണ് ഞാനിപ്പോൾ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. വേറൊന്നുമല്ല, നമ്മളിപ്പോൾ ഒരു വ്യക്തിക്ക് ഒരു സ്ഥലത്തെ വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ത്യയിൽ എവിടെയായാലും ഒരു സ്ഥലത്ത് ഒരാൾക്ക് ഒരു വോട്ടേ ഉള്ളൂ. പക്ഷേ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പുകളിൽ നേരിടുന്നത് ഒരാൾക്ക് രണ്ട് സ്ഥലത്തോ അതിന് മുകളിലുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, രണ്ട് സ്ഥലത്ത് തെരഞ്ഞെടുപ്പുകളെ നേരിടാം. നേരിട്ട് രണ്ടുപേരും ജയിച്ചതിൻ്റെ ഒരു ചിലപ്പോൾ ജയിക്കാം, ചിലപ്പോൾ തോക്കാം. പക്ഷേ ഇപ്പം ജയിച്ചു കഴിഞ്ഞാൽ അത് വീണ്ടും നമ്മുടെ സംവിധാനത്തെ വളരെയേറെ പണച്ചെലവുണ്ടാക്കുന്ന, ആളുകളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ വരുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഒരാൾ രണ്ട് സ്ഥലത്തുനിന്ന് ജയിച്ചു, രണ്ട് സ്ഥലത്തു നിന്ന് കൂടെ ഒരാൾക്കായിട്ട് പറ്റില്ല. ഒരു സ്ഥലത്ത് സ്വാഭാവികമായിട്ടും ഒരു പൊതു തെരഞ്ഞെടുപ്പ് വീണ്ടും നടത്തണം. ആ നടത്തുന്നതിൻ്റെ ചിലവ് ഈ അത്താഴപ്പട്ടിണിക്കാരായ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അടയ്ക്കുന്ന നികുതി പണത്തിൽ നിന്ന് വേണം എടുത്ത് മുടക്കാൻ. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ അത് പാടില്ല. ഒരാൾ ഒരു സ്ഥലത്ത് മത്സരിക്കുക. ഇനിയിപ്പോൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പ്രത്യേക അവസരത്തിൽ അവർക്ക് അങ്ങനെ ഈ വേറെ ആളില്ല എന്നുണ്ടെങ്കിൽ ആ സീറ്റ് വേണ്ടെന്ന് വെക്കുക. അല്ലാണ്ട് ഒരാളെ തന്നെ പല സ്ഥലത്തുകൊണ്ട് മത്സരിപ്പിച്ചാൽ രണ്ടുപേരും ജയിച്ചിട്ട് വീണ്ടും അടുത്ത ആളെ കൊണ്ട് നിർത്തി മത്സരിപ്പിക്കുന്ന ആ ഒരു രീതി ശരിയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ എനിക്ക് തോന്നുന്നു നമ്മൾ സാധാരണക്കാരനൊട്ടും ജയിലിലാണെങ്കിൽ അവന് വോട്ട് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥി ജയിലിലായാൽ പോലും അവരൊക്കെ ഇലക്ഷന് നിൽക്കാം. അതുപോലെ നമ്മൾ ഒരു കേസിൽ പെട്ടിട്ടുണ്ടെങ്കിൽ, ഒരു കേസിൽ നമ്മൾ ശിക്ഷിക്കപ്പെട്ട് നമ്മൾ ജയിലിനകത്തായിട്ടുണ്ടെങ്കിൽ ജീവിതകാലത്ത് അവർക്ക് ഈ മോഹന സ്വപ്നം എന്ന് പറയുന്ന സർക്കാർ ഉദ്യോഗം അവർക്ക് ലഭിക്കില്ല. പക്ഷേ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ നിൽക്കാൻ അതൊരു ബാധകമല്ല. ജയിലിൽ കിടന്നുകൊണ്ട് പോലും ഇല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതൊക്കെ തികച്ചും ജനാധിപത്യ വിരുദ്ധമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനെപ്പറ്റി ഈ വളരെ നിയമപരമായിട്ട് അറിയാവുന്നവരാരും ഒന്ന് പറഞ്ഞു തന്നാലും നമ്മളത് കേൾക്കാൻ തയ്യാറാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത്തരം ജനാധിപത്യ വിരുദ്ധം എന്ന് തന്നെയാണ് അതിന് പറയേണ്ടത്. കാരണം ഇപ്പോൾ ഒരു സ്ഥലത്ത് ഒരു മന്ത്രിയായിട്ടിരിക്കുന്ന ആൾ, ഇല്ല MLA ആയിട്ടിരിക്കുന്ന ആൾ, അയാൾ അടുത്തൊരു സ്ഥലത്തൊരു പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവരെ അങ്ങോട്ട് വിടുമ്പോൾ അവരവിടെ ജയിച്ചു പോയാൽ ഇവിടെ വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കണം. ആ ഒരു മന്ത്രിസ്ഥാനത്തേക്ക് ഇല്ല ഒരു MLA സ്ഥാനത്തേക്ക് ഒരു തെരഞ്ഞെടുപ്പ് നടത്തണം. അതിനും ഈ പാവപ്പെട്ട ഈ സാധാരണക്കാരൻ വേണം പണം ഉണ്ടാക്കാൻ. ഇവ എത്രയൊക്കെ ന്യായീകരിച്ചു എങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. നമ്മൾ സാധാരണക്കാർക്ക് ഇപ്പോൾ 1600 മാസം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ 1600 പോലും കൊടുക്കാൻ മാസങ്ങളായിട്ട് പെൻഡിങ് നിൽക്കുന്ന ഒരവസ്ഥയിലാണ് ഇത്തരം നിർബന്ധിതമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ അടിച്ചേൽപ്പിക്കുന്നത്. അത് മനഃപൂർവ്വം അവർ അടിച്ചേൽപ്പിക്കുന്നതല്ല, പക്ഷെ നമ്മൾ ആ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ അത് മാറ്റം വരുത്തേണ്ടതല്ലേ ശരിക്കും. അപ്പം ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഈ 55 വയസ്സ് വരെയും 56 വയസ്സ് വരെയും ചില സ്ഥലങ്ങളിൽ 60 വയസ്സ് വരെ പെൻഷൻ ആകുന്നുണ്ടെങ്കിൽ അവർ അത്രയും നാളും സുഖമായിട്ട് ജോലി ചെയ്ത് ജീവിച്ച് അവർക്ക് പിന്നെ ജീവിതകാലം അവർ മരിക്കുന്നവരെ, ഇല്ല അവർ മരിച്ചതിന് ശേഷം അവരുടെ ജീവിത പങ്കാളിക്ക് ഇല്ല മക്കൾക്ക് പെൻഷൻ കൊടുക്കുന്ന ഒരു സംവിധാനം നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ എന്ന് ജനിച്ചോ അന്ന് തുടങ്ങി മരിക്കുന്ന അന്ന് വരെ പണിയെടുത്ത് ഒരിടത്തും എത്താനാവാതെ യാതൊരു ആനുകൂല്യം ഇപ്പോൾ 1600 കിട്ടുമെന്ന് പറഞ്ഞാൽ എല്ലാ വിഭാഗത്തിലും ഇല്ല, ക്ഷേമനിധി അടച്ചാൽ അതിൻ്റെ ഏതെങ്കിലും ഒരു പെൻഷനെ കിട്ടുള്ളൂ എന്നുള്ള സംവിധാനമൊക്കെ നമ്മളറിയാം, നമ്മൾ നാളുകളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം ചില ആളുകൾക്ക് ഇങ്ങനെ ഇതിന് ആകാം. ചില ആളുകൾക്ക്, അതായത് ഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരന് ഈ കാര്യങ്ങളൊന്നും പറ്റില്ല. അവൻ ജയിലിൽ കിടന്നോണം, അവന് ജയിലിൽ കിടന്ന് വോട്ട് ചെയ്യാൻ പറ്റത്തില്ല, അവന് ശമ്പളം കിട്ടത്തില്ല, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഈ അവസരത്തിൽ പറയാനുള്ളത്, നമ്മുടെ ഒരു ജനപ്രതിനിധിയായിട്ട് ഒരാൾ തിരഞ്ഞെടുക്കപ്പെട്ടാൽ, അത് പഞ്ചായത്തിലായിക്കോട്ടെ, നിയമസഭ ആയിക്കോട്ടെ, ലോക്സഭ ആയിക്കോട്ടെ, തിരഞ്ഞെടുക്കപ്പെട്ടാൽ ആ കാലാവധി പൂർത്തിയാകുന്നവരെ അവരത് നിൽക്കുക. അവരെ വേറൊരു സ്ഥലത്തേക്ക് മാറ്റി പുനഃപ്രതിഷ്ഠിക്കാൻ പാടില്ല. ഇനി അഥവാ പുനഃപ്രതിഷ്ഠിച്ചാൽ വീണ്ടും വരുന്ന തെരഞ്ഞെടുപ്പുണ്ടല്ലോ, ആ തെരഞ്ഞെടുപ്പിന് വരുന്ന എത്ര ചിലവ്, നമ്മൾ സാധാരണ സർക്കാരിൻ്റെ കണക്കുകളുടെ ചിലവല്ല, അതിന് പൊതുജനത്തിൻ്റെ കഷ്ടപ്പാടുള്ള ചിലവ് കണക്കൂട്ടി അത്രയും പൈസ ഇവരിൽ നിന്ന്, ഇവരെ നിർത്തുന്ന ആ മുന്നണിയിൽ നിന്ന് സർക്കാരിലേക്ക് കെട്ടാനുള്ള, കൊടുക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാകണം. അതുപോലെ ഇവർ നിന്ന് ജയിച്ചാലും തോറ്റാലും അതിനു മുമ്പാണ് ജയിക്കാൻ ഉദ്ദേശിച്ച ജയിച്ചിരുന്ന ആ തെരഞ്ഞെടുപ്പിൽ നടത്താനുണ്ടായ ചിലവും ആളുകളുടെ കഷ്ടപ്പാടുള്ള എല്ലാം കൂടി കണക്കൂട്ടി അത്രയും പണം ഇവർ കെട്ടിവെച്ചാൽ മാത്രമേ അടുത്ത ഒരു സംവിധാനത്തിലേക്ക് വരൂ എന്നൊരു അവസ്ഥ വരുന്നത് നല്ലതാണ്. കാരണം നമ്മുടെ നാട്ടിലെ സാമ്പത്തിക സ്ഥിതി വളരെയേറെ മോശമാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ വീണ്ടും ജനത്തിൻ്റെ മേലേക്ക് നമ്മൾ നേരിട്ട് നമുക്ക് സാമ്പത്തിക മുടക്കില്ല എന്ന് ജനങ്ങൾ ഓരോ പാർട്ടിയുടെ കീഴിൽ നിന്നുകൊണ്ട് നമ്മൾ അടിയുറച്ച് വിശ്വസിച്ച് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച് നമ്മുടെ സ്ഥാനാർത്ഥി ജയിപ്പിക്കണം, നമ്മുടെ പാർട്ടി മുന്നിലെത്തണം എന്നൊക്കെ ഓരോ പ്രവർത്തകനും ആഗ്രഹമുണ്ട്. പക്ഷേ ഈ ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി ആ പാർട്ടികൾ തന്നെ, ഇപ്പം നമ്മളിപ്പോൾ 20 ലോക്സഭാ മണ്ഡലത്തിലേക്ക്
തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ടെങ്കിൽ അത് 20 സ്ഥാനാർത്ഥികൾ ഓരോ പാർട്ടികൾ കണ്ടെത്തിയാൽ മതി. അപ്പോൾ അവർക്ക് ആ 20 ആളെ കണ്ടെത്താൻ പോലും ഇല്ലെങ്കിൽ അവർ ആ പ്രസ്ഥാനം വേണ്ടാന്ന് വെച്ച് പോകുമല്ലോ ഏത് പാർട്ടി ആയാലും. ഇതിപ്പോൾ ഒരാളെ തന്നെ പല സ്ഥലത്തും കൊണ്ട് നിർത്തുക. 140 നിയമസഭാ മണ്ഡലമുണ്ടെങ്കിൽ ആ 140 സ്ഥലത്തും ഇവരെ തന്നെ വരും വർഷം അവർ തന്നെ ഇനിയിപ്പോൾ അവരില്ലെങ്കിൽ വേറെ ആർക്കും ഒരു അവസരം കൊടുക്കാന്നുള്ള ആ ഒരു സംവിധാനം മാറ്റിയിട്ട് തികച്ചും ജനാധിപത്യപര രീതിയിൽ ഒരാൾക്ക് ഒരു സ്ഥലത്തേക്ക് മാത്രം മത്സരിക്കാൻ ജയിച്ചാൽ അത് പൂർത്തിയാകുന്നവർ അവർ തന്നെ മുമ്പോട്ട് പോകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നാണ് എൻ്റെ ഒരു എളിയ അഭിപ്രായം. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനെപ്പറ്റി വിശദമായിട്ട് പറഞ്ഞു തന്നാലും ഞാനത് കേൾക്കാൻ തയ്യാറാണ്. നന്ദി, നമസ്കാരം.